നെക്സ്റ്റ് ടോപ്പിക്കാണ് CPU ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ അതിൽ സെവറൽ ഞാൻ പറഞ്ഞു പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു. റണ്ണിങ് ടൈമുള്ള ഇതിനെയാണ് പ്രോഗ്രാമിനെയാണ് എന്ത് പറയുന്നത്, പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ സെവറൽ പ്രോസസ്സസ് അറ്റ് എ ടൈം വരാം. അതായത് കുറേ പ്രോസസ്സസ് റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സപ്പോസ് മൾട്ടി പ്രോഗ്രാമിൻ്റെ കേസിലാണ് സെവറൽ പ്രോസസ്സസ് കമ്പ്യൂട്ടറിൽ ഉണ്ടാവുക. അതായത് ഇപ്പം നമ്മൾ ഒരു ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെയാണ് അതിൽ പല പ്രോസസ്സുകളും റൺ ചെയ്യുന്നുണ്ടാവും. അതായത് നമ്മൾ എന്തെങ്കിലും ആപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോസസ്സാണ്. പിന്നെ സപ്പോസ് ആ ടൈം ആപ്പ് നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്ട് വേറൊരു ആപ്പ് ഓർക്കുന്നത്, അപ്പോൾ അതൊരു പ്രോസസ്സായി. പിന്നെ നമ്മുടെ ഇൻകമിങ് ഇമെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, മെസ്സേജസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സ് ഉണ്ടാവും. അതേപോലെ വാട്സപ്പ് മെസ്സേജസ് ചെക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ഒരു പ്രോസസ്സ് ഉണ്ടാവും. അതേപോലെ കമ്പ്യൂട്ടറിൻ്റെ കേസിലും അതേപോലെ തന്നെയുണ്ട്. നമ്മൾ ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു വേർഡ് ഫയൽ എടുത്ത് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രോസസ്സ് വരും. പിന്നെ നമ്മൾ എന്തെങ്കിലും ആൻറ്റിവൈറസ് ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രോസസ്സ് വരും. പിന്നെ നെക്സ്റ്റ് എന്തെങ്കിലും മെയിലൊക്കെ ആണെങ്കിൽ അതൊരു പ്രോസസ്സ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ പിന്നെ അതേപോലെ എന്തെങ്കിലും നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോസസ്സായിട്ട് വരും. അപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റത്തിൽ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ അറ്റ് എ ടൈം റൺ ചെയ്യുന്നുണ്ടാവും. അതായത് CPU എന്ത് ചെയ്യും, ഒരു CPU മാത്രമേ ഉണ്ടാവും, മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ഉണ്ടാവും. ഈ CPU എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഓർഡറിൽ ഈ ഓരോ പ്രോഗ്രാമിനെയും എടുത്ത് റൺ ചെയ്യും. അപ്പോൾ ആ ഓർഡറിനെ പറയുന്നതാണ് എന്ത് പറയുന്നത്, ആ ഒരു ഓർഡർ എന്താണെന്നുള്ളതാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അതായത് ഏത് ഓർഡറിൽ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് ഷെഡ്യൂളർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് CPUവിന് ഏത് ഓർഡറിൽ ഈ പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഏതാണ്, ഷെഡ്യൂളറാണ്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന അൽഗോരിതത്തിനെയാണ് എന്ത് പറയുന്നത്, ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടി പ്രോഗ്രാമിംഗ് എന്താ, അറ്റ് എ ടൈം മോർ ദാൻ വൺ പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ റണ്ണ് ചെയ്യുന്ന ടൈമാണ്. അതായത് മെയിൻ മെമ്മറിയിൽ ഈ പ്രോഗ്രാംസൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ മെയിൻ മെമ്മറിയിൽ CPU ഓരോ പ്രോസസ്സുകളായിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സ് CPUവിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ പ്രോഗ്രാമാണ് ഷെഡ്യൂളർ. ആ പ്രൊസീജിയറിന് പറയുന്ന പേരാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അതിന് അൽഗോരിതംസ് ഉണ്ട്. ആ ഒരു ഏത് ഓർഡറിൽ CPUവിന് ആ പ്രോഗ്രാംസ് അലോക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു അൽഗോരിതംസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോസസ്സസ് അലോക്കേറ്റ് ചെയ്യണം എന്നുള്ള അൽഗോരിതംസ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. മൾട്ടി പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രോഗ്രാം നമ്മുടെ CPUവിൽ എപ്പോഴും പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് മൾട്ടിപ്പിൾ പ്രോസസ്സസ് എടുക്കുക. എന്നിട്ട് എന്തായാലും CPU ഒരിക്കലും ഐഡിലാവാത്ത തരത്തിൽ കൊടുക്കുക. അതായത് CPU യൂട്ടിലൈസേഷൻ മാക്സിമൈസ് ചെയ്യുക. അതായത് CPUവിന് ഐഡിലാവാൻ വിടാതിരിക്കുക. അതാണ് മൾട്ടി പ്രോഗ്രാമിംഗ്. അതായത് ഒരു സപ്പോസ് ഇപ്പം മൾട്ടി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ ടൈം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കുറേ പ്രോസസ്സസ് അറ്റ് എ ടൈം നമ്മൾ മെമ്മറിയിൽ പ്ലേസ് ചെയ്യും. എന്നിട്ട് സപ്പോസ് ഒരു പ്രോസസ്സസ് CPU റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ഇപ്പം സപ്പോസ് എന്തെങ്കിലും മെമ്മറി റീഡ് ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ ആ പ്രോസസ്സിന് CPU താൽക്കാലികമായിട്ട് വേണ്ട, അത് മെമ്മറി റീഡ് ചെയ്യാൻ പോകും. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഗ്യാപ്പിൽ വേറൊരു പ്രോസസ്സിനെ മെയിൻ മെമ്മറിയിൽ നിന്ന് എടുത്ത് CPUവിന് അലോക്കേറ്റ് ചെയ്യുക, CPUവിൽ റൺ ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ ആ CPUവിൻ്റെ ടൈം അവിടെ വേസ്റ്റായി പോകുന്നില്ല. CPU എപ്പോഴും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനെയാണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഷെഡ്യൂളിംഗ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ ഫംഗ്ഷനാണ്. അതായത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പം നമ്മൾ ഏതൊരു കമ്പ്യൂട്ടർ റിസോഴ്സസും യൂസ് ചെയ്യുന്നതിന് മുന്നേ അത് ഷെഡ്യൂൾ ചെയ്യും. അതായത് ഫസ്റ്റ് ഓർഡറിൽ ഏത് ഓർഡറിൽ അത് റൺ ചെയ്യണം എന്നുള്ള, അതിൽ പ്രോഗ്രാംസ് റൺ ചെയ്യണം എന്നുള്ളത്. അതേപോലെ CPU ഒരു റിസോഴ്സാണ്. അപ്പോൾ CPUവിൽ ഏത് ഓർഡറിൽ പ്രോഗ്രാംസ് റൺ ചെയ്ത് ഇത് ഫസ്റ്റിലേ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. നെക്സ്റ്റ് CPU ഷെഡ്യൂളർ. അതായത് നമ്മൾ ഏത് ടൈമാണോ CPU ഐഡിയലായിരിക്കുന്നത് ആ സമയം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, റെഡി ക്യൂലുള്ള ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്ത് CPUവിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ സെലക്ഷൻ പ്രോസസ്സ്
ചെയ്യുന്നത് ഷോർട്ട് ടേം ഷെഡ്യൂളർ സി പി യു ഷെഡ്യൂളറാണ്. സി പി യു ഷെഡ്യൂളർ പറയുന്ന മറ്റൊരു പേരാണ് ഷോർട്ട് ടേം ഷെഡ്യൂളർ. അതായത് നമ്മൾ പല ടൈപ്സ് ഓഫ് ക്യൂസ് പറഞ്ഞിട്ടുണ്ട്, റെഡി ക്യൂ, IO ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോബ് ക്യൂ. അപ്പോൾ റെഡി ക്യൂവിലുള്ള ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ സി പി യു ഷെഡ്യൂളർ ഷോർട്ട് ടേം ഷെഡ്യൂളർ എന്ത് ചെയ്യും, സി പി യുവിനെ അലോക്കേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, സി പി യു റൺ ചെയ്യും. അതായത് നമ്മൾ ഏതാണോ മെയിൻ മെമ്മറിയിൽ റെഡി ആയിട്ടുള്ള പ്രോസസ്സ്, ആ പ്രോസസ്സിനെയാണ് ഈ ഷോർട്ട് ടേം ഷെഡ്യൂളർ സി പി യു സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് എന്ത് ചെയ്യും, സി പി യുവിനെ അലോക്കേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് അത് റൺ ചെയ്യും. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് മീൻസ് അതായത് നമ്മൾ സി പി യു ഷെഡ്യൂളിംഗ് ഡിസിഷൻ എപ്പോൾ ചെയ്യണം എന്നുള്ള ബേസ് ചെയ്തിട്ട് നമ്മൾ ഷെഡ്യൂളിങ്ങിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്, സെക്കൻഡ് വൺ നോൺ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. അതായത് നമ്മളൊരു സി പി യു ഷെഡ്യൂളിംഗ് എപ്പോഴൊക്കെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ 4 സർക്കംസ്റ്റൻസിലാണ് നമ്മൾ സി പി യു ഷെഡ്യൂളിംഗ് ഡിസിഷൻ എടുക്കുക. അതായത് സി പി യു ഷെഡ്യൂളിംഗ് ഒരു പ്രോസസ്സിനെ സി പി യുയിലേക്ക് കൊടുക്കണമെങ്കിൽ, അതായത് പുതുതായിട്ടൊരു പ്രോസസ്സ് സി പി യുയിലേക്ക് കൊടുക്കുക 4 സിറ്റുവേഷൻ വരുമ്പോഴാണ് അത് കൊടുക്കുക. അതായത് ഒന്നാമത്തെ കേസ്, അതായത് ഒരു പുതിയ പ്രോസസ്സ് സി പി യുവിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിൽ ഒന്നാമത്തെ കേസ് വരുന്നത് ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്, സ്വിച്ച് ചെയ്യുന്നത് ഇവിടുന്ന് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക്. അതായത് സപ്പോസ് ഇപ്പം ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സ് സി പി യുവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സായിരുന്നു. ആ പ്രോസസ്സിന് സപ്പോസ് വേറെ എന്തെങ്കിലും ആവശ്യം വന്നു, ഇപ്പോൾ എന്തെങ്കിലും IO ഡിവൈസിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തെടുക്കണം. അപ്പോൾ സി പി യുവിൻ്റെ ആവശ്യമില്ല, അത് ആ ഡ്യൂട്ടി ചെയ്യാൻ പോകും. അപ്പോൾ സി പി യു ഫ്രീ ആവും. ആ ടൈം എന്ത് ചെയ്യുക, നമ്മൾ വേറൊരു പ്രോസസ്സിനെ എന്ത് ചെയ്യുക, സി പി യുവിനെ അലോക്കേറ്റ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ കേസ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് റെഡി സ്റ്റേറ്റിലേക്ക് വന്ന്, അത് ഞാൻ ആ സ്റ്റേറ്റ് ഡയഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് എപ്പോഴാണ് റെഡി സ്റ്റേറ്റിലേക്ക് പോവുക, ഇതാണ് ആ ഡയഗ്രാം. റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് റെഡി സ്റ്റേറ്റിലേക്ക്, അതായത് ഈ ഒരു ട്രാൻസിഷൻ. ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും ഒരു ഹൈ പ്രയോറിറ്റി, ഇപ്പോൾ ഒരു പ്രോസസ്സ് റണ്ണിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് സി പി യുവിൽ, അപ്പോഴേതോ ഒരു ഹൈ പ്രയോറിറ്റി പ്രോസസ്സ് വന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ ലോ പ്രയോറിറ്റി പ്രോസസ്സാണ് റൺ ചെയ്യുന്നത്, അതിനെ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്ത് റെഡി ക്യൂവിൽ കൊണ്ടുപോയി ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഹൈ പ്രയോറിറ്റി പ്രോസസ്സിനെ ഷെഡ്യൂൾ ചെയ്യുക. ആ കേസിൽ, അതായത് എന്തെങ്കിലും ഇൻട്രപ്റ്റ് അറൈവ് ചെയ്യുന്ന കേസിൽ, ഇൻട്രപ്റ്റ് മീൻസ് എക്സ്റ്റേണൽ സിഗ്നലിലാണ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അതർ ഡിവൈസസ് എന്ന് വരുന്ന എക്സ്റ്റേണൽ സിഗ്നൽസിനെയാണ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സി പി യുവിന് കൊണ്ട് വേറെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, അപ്പോൾ എന്ത് ചെയ്യുക, ഈ റൺ ചെയ്യുന്ന പ്രോസസ്സിനെ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്ത് റെഡി സ്റ്റേറ്റിൽ ചെയ്യുക. ഇപ്പോൾ സി പി യുവിനെ കൊണ്ട് എന്തെങ്കിലും നമുക്കൊരു IO ഡിവൈസിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്, അതിൻ്റെ ആവശ്യത്തിന് സി പി യു വേണം. അപ്പോൾ സി പി യുവിന് എന്ത് ചെയ്യുക, താൽക്കാലികമായിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. നമ്മുടെ റണ്ണിങ് പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്ത് റെഡി ക്യൂവിലിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക സി പി യുവിനെ കൊണ്ട്. അതാണ് സെക്കൻഡ് കേസിൽ വരുന്നത്. ഇനി തേർഡ് കേസിൽ വരുന്നതാണ്, അതായത് ഒരു പ്രോസസ്സ് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് റെഡി സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യുമ്പം, അതായത് സപ്പോസ് എന്തെങ്കിലും ഒരു പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അപ്പോൾ അതിനെന്തോ ഒരു IO ഡിവൈസിൽ നിന്ന് എന്തോ റീഡ് ചെയ്യാൻ വന്നു, അപ്പോൾ അത് സി പി യു വിട്ട് വെയിറ്റിംഗ്, ആ IO റിക്വസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോയി. അതായത് നിങ്ങൾ ഈ ഫിഗർ IO ഡിവൈസിൽ ഇപ്പോൾ സപ്പോസ് ഇവിടെ വെയിറ്റ് ചെയ്തു, അപ്പോൾ വെയിറ്റിംഗ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തോ IO റിക്വസ്റ്റ് വന്ന് അത് വെയിറ്റ് ചെയ്തു. അപ്പോൾ പുതിയ പ്രോസസ്സ് എന്ത് ചെയ്യും, സി പി യു പുതിയ പ്രോസസ്സിനെ കൊണ്ടുവന്ന് അത് റൺ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇനി ഇത് IO റിക്വസ്റ്റ് ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് ഇതെന്ത് ചെയ്തു, റെഡി ക്യൂവിലെത്തി. അപ്പോൾ റെഡി ക്യൂവിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സി പി യു റൺ ചെയ്യുമ്പം എന്തും കൂടി നോക്കണം. സപ്പോസ് ഇത് എന്തെങ്കിലും ഹൈ പ്രയോറിറ്റി പ്രോസസ്സ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ വെയിറ്റിംഗ് നിന്ന് റെഡിയിലേക്ക് പോയ പ്രോസസ്സാണ് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ആ കേസിലും എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യാം. ആ കേസിലും എല്ലാ കേസിലും ഷെഡ്യൂൾ ചെയ്യണം എന്നില്ല. സപ്പോസ് ഇതിവിടെ റെഡി ക്യൂവിൽ ഇത് റെഡി ആയിട്ട് നിൽക്കുവാണ്, അപ്പോൾ ഇത് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോസസ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് എടുത്ത് പ്രോസസ്സ് റൺ ചെയ്യുക. അല്ലെങ്കിൽ അവിടെ റെഡി ക്യൂവിലിട്ട് ആ ഷെഡ്യൂളിങ് ഏതാണ് ഓർഡർ വെച്ച് ആ ടൈം മാത്രം റൺ ചെയ്യുക. അതാണ് മൂന്നാമത്തെ കേസ് വരുന്നത്. നാലാമത്തെ കേസ് എന്ന് വെച്ചാൽ പിന്നെ പ്രോസസ് ടെർമിനേറ്റ്സ്, അതായത് ഒരു പ്രോസസ്സിന് സി പി യുവിൻ്റെ ആവശ്യം കഴിഞ്ഞ് അപ്പോഴെന്ത് ചെയ്യും, ആ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ പുതിയ പ്രോസസ്സ് എടുത്ത് റൺ ചെയ്യും. ഇനി ഈ 4 കേസും പറഞ്ഞു. ഇനി ഷെഡ്യൂളിംഗ്
ഒന്നാമത്തെയും നാലാമത്തെയും കേസിൽ മാത്രം നടക്കുന്നത്. അതായത് 2 ടൈപ്സ് ഓഫ് ഷെഡ്യൂളിംഗ് ആണുള്ളത്. ഒന്ന് എന്താ പറഞ്ഞാൽ പ്രിയംറ്റീവും, ഒന്നാമത്തെ കേസ് പ്രിയംറ്റീവും, രണ്ടാമത്തെ കേസ് നോൺ പ്രിയംറ്റീവും. ഇനി നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലി ഇപ്പോൾ സപ്പോസ് പിന്നെ ഒരു പ്രോസസ്സ് CPU-ന് റൺ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ആ പ്രോസസ്സ് അത് കംപ്ലീറ്റ് റൺ ചെയ്തതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും IO റിക്വസ്റ്റ്, സപ്പോസ് ഇപ്പം അതിനെന്തെങ്കിലും IO ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്യാനുണ്ടോ, അങ്ങനെ ആ കേസിലും അങ്ങനത്തെ അത് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകുമല്ലോ. അപ്പോൾ ആ കേസിൽ മാത്രം പുതിയ പ്രോസസ്സിനെ എടുത്ത് റൺ ചെയ്യുന്നതിനെയാണ് നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോസസ്സ് എപ്പോഴും മാത്രം ഒരു പ്രോസസ്സ് ഒന്നിക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം, അതായത് ഒരു പ്രോസസ്സ് CPU-ന് കൊടുത്തു, അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ റൺ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ അത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പ്രോസസ്സ് എന്തായാലും എടുക്കണം. അപ്പോൾ ആ ടൈം എന്ത് ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യണം, പുതിയ പ്രോസസ്സ് എടുക്കണം. പിന്നെ രണ്ടാമത്തെ കേസ് ഏതാ, ഈ ഫസ്റ്റ് വൺ പറഞ്ഞത്. അതായത് നമ്മളിപ്പം ഒരു പ്രോസസ്സ് റണ്ണിങ് സ്റ്റേറ്റിലാണ്, അപ്പോൾ ആ പ്രോസസ്സിന് എന്തോ IO ഡിവൈസിൽ നിന്ന് എന്തോ ഒരു റിക്വസ്റ്റ്, എക്സ്റ്റേണൽ റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അപ്പോൾ അത് CPU വിട്ടുപോയി. അപ്പോൾ ആ കേസിലും എന്ത് ചെയ്യണം, നമുക്ക് പുതിയ പ്രോസസ്സ് എടുക്കണം. അപ്പോൾ ഈ 2 കേസിലും മാത്രമേ പുതിയ പ്രോസസ്സ് എടുത്ത് റൺ ചെയ്യുന്നുള്ളൂ. ഒന്നിക്ക് അത് കംപ്ലീറ്റ് ആവണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും എക്സ്റ്റേണൽ വേറെ എന്തെങ്കിലും ജോബ് വന്ന് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകണം. ആ കേസിൽ മാത്രം പുതിയതിനെ എടുക്കുന്നതിനെയാണ് നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ കേസിലും എടുക്കുന്നതിന് എന്താ, ഇപ്പോൾ ഈ 4 കേസിലും, ഇപ്പോൾ ഒന്നാമത്തെ പറഞ്ഞു ഒന്ന് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പുതിയ പ്രോസസ്സ് എടുക്കുക. പിന്നെ ഫസ്റ്റ് എന്താ പറയുന്നത്, അതായത് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോയാൽ പുതിയ പ്രോസസ്സ് എടുക്കുക. പിന്നെ രണ്ടാമത്തെ കേസിൽ എന്തെങ്കിലും ഇൻട്രപ്റ്റ് വന്നാൽ, അതായത് ഹൈ പ്രയോറിറ്റി പ്രോസസ്സ് വരുന്ന ഇപ്പോൾ, അപ്പോൾ എന്ത് ചെയ്യുക, പുതിയ പ്രോസസ്സ് എടുക്കുക. അതായത് പിന്നെ മൂന്നാമത്തെ കേസ് എന്താ പറഞ്ഞത്, റെഡി സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ, അതായത് ഒരു പ്രോസസ്സ്, ഇപ്പോൾ സപ്പോസ് ഞാനൊരു പ്രോസസ്സ് CPU-ന് കൊടുത്തു, അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒരു പുതിയ ഹൈ പ്രയോറിറ്റി, അതായത് എമർജൻസി കേസ് വന്നു, അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യും, കറൻലി റൺ ചെയ്യുന്ന പ്രോസസ്സിനെ നിർത്തി വെച്ചിട്ട് പുതിയ പ്രോസസ്സ് എടുത്ത് CPU-ന് റൺ ചെയ്യാൻ കൊടുക്കും. ആ കേസിന് എന്ത് പറയുന്നത്, പിന്നെ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ്, അതായത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയതിനെടുക്കുന്നത് പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ്. പിന്നെ നോൺ പ്രിയംറ്റീവ് മീൻസ് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതെന്തെങ്കിലും IO റിക്വസ്റ്റോ എന്തെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോയാൽ മാത്രം പുതിയതിനെടുക്കുന്നത് നോൺ പ്രിയംറ്റീവ്, റൺ ചെയ്തുകൊണ്ട് ഇടയ്ക്ക് എടുക്കുന്നത് പ്രിയംറ്റീവ്. മനസ്സിലായോ? അതാണ് 2 ക്ലാസിഫിക്കേഷൻ ഓഫ് അൽഗോരിതംസ്, പ്രിയംറ്റീവ് ആൻഡ് നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്.